ശ്രീ ടി.പി. രാമകൃഷ്ണൻ. സർ, കോഴിക്കോട് ജില്ലയിൽ കാർഷികാവശ്യത്തിന് വെള്ളം നൽകുന്നത് പെരുവണ്ണാമൂഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കുറ്റ്യാടി ഇറിഗേഷൻ വഴിയാണ്. റിസർവോയറിലെ വെള്ളം ഉപയോഗിച്ചാണ് ജില്ലയിലെ കുടിവെള്ള ആവശ്യവും നിറവേറ്റുന്നത്. 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ്. വർദ്ധിച്ച ആവശ്യത്തിനനുസരിച്ച് വെള്ളം റിസർവോയറിൽ സംഭരിക്കാൻ കഴിയുന്നില്ല. 52 വർഷമായി പ്രവർത്തിക്കുന്ന കനാൽ ശൃംഖലകൾ ശോചനീയാവസ്ഥയിലാണ്. കനാൽ ശൃംഖലകളുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ഫണ്ട് നൽകി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജനകീയ പ്രസ്ഥാനങ്ങളെയും ഇതുമായി സഹകരിപ്പിക്കണം. കഴിഞ്ഞ വർഷം ജില്ലയിലെ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാർ പങ്കെടുത്ത് കനാൽ ശുചീകരിക്കുകയുണ്ടായി. അതൊരു മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു. റിസർവോയറിലെ മണലും എക്കലും നീക്കം ചെയ്ത് ജലസംഭരണിയുടെ കപ്പാസിറ്റി ഉയർത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. ശാസ്ത്രീയവും പ്രായോഗികമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ 603 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന കനാൽ ശൃംഖലയുടെ നവീകരണവും ഡാമിൻ്റെ സംഭരണശേഷി കൂട്ടുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാലുകളും അനുബന്ധ സ്ട്രക്ചറുകളും 50 വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്നതാണ്. ഇതിൽ മിക്ക കനാലുകളും മൺകനാലുകളാണ്. കനാലുകളും കനാൽ നിർമ്മിതികളും കാലപ്പഴക്കം കാരണം മിക്കയിടങ്ങളിലും ചോർച്ച അനുഭവപ്പെടാറുണ്ട്. പ്രസ്തുത കനാലുകളിൽ അടിയന്തര പ്രാധാന്യം നൽകി പൂർണ്ണതോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയാൽ മാത്രമേ ചോർച്ച മുഴുവനായി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് 23-24 വർഷത്തിലെ പ്ലാൻ പദ്ധതി പ്രകാരം 49 പ്രവർത്തികൾക്കായി 5 കോടി രൂപയും നോൺ പ്ലാൻ പദ്ധതി പ്രകാരം 2.88 കോടി രൂപയും അനുവദിക്കുകയും പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ നവീകരണത്തിനായി പ്ലാൻ ഫണ്ടിൽ 5 കോടി രൂപയും കാട വിഭാഗത്തിൽ 3.10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മേൽപ്പടി ഫണ്ട് ഉപയോഗപ്പെടുത്തി പ്രവർത്തികൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 50 വർഷത്തിലധികം പഴക്കമുള്ള കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കരാർ നിർമ്മിതികൾ പുനരുദ്ധരിക്കാൻ വേണ്ടി 168 പ്രവർത്തികൾ ഉൾപ്പെടുന്ന 175 കോടി രൂപയുടെ DPRഉം കുറ്റ്യാടി പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ വിവിധ കനാലുകളുടെ നവീകരണത്തിനായി 9.33 കോടി രൂപയുടെ 25 പ്രവർത്തികൾ ഉൾക്കൊള്ളുന്ന പദ്ധതി രേഖയും പരിശോധിച്ചു വരുന്നു. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ റിസർവെയറിൽ 2029 കേരി പീച്ചിയുടെ ബാത്തിമെട്രിക് സ്റ്റഡി അനുസരിച്ച് 36.6% അണക്കെട്ടിൻ്റെ ജലസംഭരണ ശേഷി കുറഞ്ഞതായി കണക്കാക്കിയിട്ടുണ്ട്. അണക്കെട്ടിൻ്റെ നിലവിലെ ജലസംഭരണ ശേഷി മനസ്സിലാക്കുന്നതിനും ഡാമിൻ്റെ ഡീസൽറ്റേഷൻ പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുമായി പുതിയ പഠനം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രോജക്ട് സർക്കിട്ട് കണ്ണൂരിൽ നിന്നും കേരി പീച്ചിക്ക് 27/5/24 കത്ത് നൽകിയിട്ടുണ്ട്. പുതിയ പഠന റിപ്പോർട്ട് ലഭ്യമായ ശേഷം ചെളിയും എക്കലും മണലും നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ നടപ്പിലാക്കി ഡാമിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. നമ്മുടെ ഈ കനാലുകളുടെ എല്ലാം സ്ട്രക്ചറുകൾ ഏകദേശം കേരളത്തിൽ 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ പൂർണ്ണമായ പുനരുദ്ധാരണ പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ് ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുക. കുറ്റ്യാടിയുടെ കാര്യത്തിൽ ഇതിനാവശ്യമായ ഒരു DPR തയ്യാറാക്കിയിട്ടുണ്ട്. അനുബന്ധമായി കേരളത്തിലെ വിവിധ കനാലുകളുടെ കാര്യത്തിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പ്രത്യേകമായി ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഇത് ജലസേചനത്തിന് മാത്രമല്ല, ഇത് കുടിവെള്ളത്തിനെയും കൂടി ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഒരു ഗൗരവമായി കണ്ട് പ്രയോറിറ്റി കൊടുത്ത് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.